നമസ്കാരം. ഗുഡ് മോർണിംഗ് കേരളത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. തെരഞ്ഞെടുപ്പ് വരുമ്പോൾ പ്രചാരണത്തിനായി മുന്നണികൾ വിഷയങ്ങൾ കണ്ടെത്തുന്നത് ഒരു പുതിയ കാര്യമല്ല. ഒരു മരണം പോലും ആയുധമാക്കാൻ നമ്മുടെ നേതാക്കൾക്ക് ഒരു മടിയുമില്ല എന്നതാണ് നിലമ്പൂരിൽ കാണുന്നത്. പ്രചാരണം ഉച്ചസ്ഥായിലെത്തുമ്പോൾ എന്തൊക്കെയാണ് വരിക എന്നത് കാത്തിരുന്ന് കാണേണ്ട കാഴ്ച തന്നെയാണ്. ഇനി കായിക ലോകത്തേക്ക് വന്നാൽ യുവേഫ നേഷൻസ് ലീഗ് കിരീടം ഉയർത്തിയ പോർച്ചുഗലും ഫ്രഞ്ച് ഓപ്പൺ പുരുഷ സിംഗിൾസ് കിരീടം സ്വന്തമാക്കിയ കാർലോസ് അൽക്കാരസുമാണ് വാർത്താ താരങ്ങൾ. ഒപ്പം വെള്ളക്കെട്ട് പ്രതിസന്ധി ഒഴിഞ്ഞതോടെ ആലപ്പുഴ കുട്ടനാട് താലൂക്കിലെ സ്കൂളുകൾ ഇന്ന് തുറക്കുകയാണ്. നോക്കാം പ്രധാന തലക്കെട്ടുകൾ. സംസ്ഥാനത്ത് ഇന്ന് അർദ്ധരാത്രി മുതൽ ട്രോളിംഗ് നിരോധനം 52 ദിവസത്തേക്ക്. ഇത്തവണത്തെ ട്രോളിംഗ് നിരോധനം കപ്പൽ അപകടവും കാലാവസ്ഥാ വ്യതിയാനവും മത്സ്യബന്ധന മേഖലയെ കടുത്ത പ്രതിസന്ധിയിലേക്ക് തള്ളിയ സാഹചര്യം. അനന്തുവിന്റെ മരണം തെരഞ്ഞെടുപ്പ് ആയുധമാക്കി മുന്നണികൾ. പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും കെ സുരേന്ദ്രനും UDF കൺവീനർ അടൂർ പ്രകാശും ഇന്ന് അനന്തുവിന്റെ വീട് സന്ദർശിക്കും. കോൺഗ്രസ് ഭരിക്കുന്ന പഞ്ചായത്തിനെതിരെ പ്രതിഷേധവുമായി LDF, KCയിലേക്ക് UDF മാർച്ച്. 13-ന് നിലമ്പൂരിൽ പ്രിയങ്ക ഗാന്ധിയുടെ റോഡ് ഷോ. കൊച്ചിയിൽ തീരക്കടലിൽ മുങ്ങിയ കപ്പലിൽ ഇന്ന് പരിശോധന. 50 മീറ്റർ താഴെയുള്ള കപ്പലിൽ നിന്ന് കണ്ടെയ്നറുകൾ പുറത്തെത്തിക്കാൻ ശ്രമം. കടലിൽ കണ്ടെയ്നർ മറിഞ്ഞു പ്ലാസ്റ്റിക് കുമിഞ്ഞുകൂടിയതോടെ പ്രതിസന്ധിയിലായി സംസ്ഥാനത്തെ ടൂറിസം മേഖല. ഒപ്പം വ്യാജ പ്രചരണങ്ങൾ കൂടിയതോടെ കോവളത്തെ റെസ്റ്റോറന്റ് ഉടമകൾക്കും വരുമാന നഷ്ടം. ഫ്രഞ്ച് ഓപ്പൺ പുരുഷ സിംഗിൾസ് കിരീടം നിലനിർത്തി അൽക്കാരസ്. വീറും വാശിയും നിറഞ്ഞ കലാശ പോരാട്ടത്തിൽ ഇറ്റാലിയൻ താരം യാനിക് സിന്നറിനെ തോൽപ്പിച്ചത് ആദ്യ 2 സെറ്റുകൾ നഷ്ടമായതിനു ശേഷം. യുവേഫ നേഷൻസ് ലീഗ് കിരീടം പോർച്ചുഗലിന്. സ്പെയിനെ വീഴ്ത്തിയത് പെനൽറ്റി ഷൂട്ടൌട്ടിൽ 5-3. ഫൈനലിൽ നിർണായക ഗോൾ നേടി ക്രിസ്ത്യാനോ റൊണാൾഡോ. ജയത്തിൽ കണ്ണീരണിഞ്ഞ് റൊണാൾഡോ. സ്വന്തമാക്കിയത് 2 തവണ നേഷൻസ് കിരീടം നേടുന്ന രാജ്യമെന്ന നേട്ടം. ഉപതെരഞ്ഞെടുപ്പ് ആവേശത്തിലേക്ക് നിലമ്പൂർ മാറുമ്പോൾ കൂടുതൽ ദേശീയ നേതാക്കളെ രംഗത്തിറക്കുകയാണ് കോൺഗ്രസ്. 13-ന് പ്രിയങ്ക ഗാന്ധിയുടെ നേതൃത്വത്തിൽ നിലമ്പൂരിൽ റോഡ് ഷോ നടക്കും. KC വേണുഗോപാലും സാദിഖ് അലി ശിഹാബ് തങ്ങളും ഉൾപ്പെടെയുള്ള പ്രമുഖരും വരും ദിവസങ്ങളിൽ UDF-നായി പ്രചാരണത്തിന് എത്തും. ആര്യാടൻ ഷൗക്കത്തിന് വേണ്ടി കളം നിറഞ്ഞാണ് UDF-ന്റെ പ്രചാരണം. രാഷ്ട്രീയത്തിന് അതീതമായി നിൽക്കുന്ന ആളുകളെ കൂടി ഒപ്പം നിർത്താൻ പ്രിയങ്ക ഗാന്ധിയെ പോലുള്ള നേതാക്കളെ UDF രംഗത്തിറക്കുന്നു. പ്രചാരണത്തിന്റെ 3-ാം ഘട്ടത്തിൽ കുടുംബയോഗങ്ങൾക്കാണ് കൂടുതൽ പ്രാധാന്യം നൽകുന്നത്. AICC ജനറൽ സെക്രട്ടറിയും വയനാട് MPയുമായ പ്രിയങ്ക ഗാന്ധി 13-ന് നിലമ്പൂരിലെത്തും. വൈകുന്നേരം 3-ന് മൂത്തയിടത്തും 4-ന് നിലമ്പൂരിലും റോഡ് ഷോയിൽ പങ്കെടുക്കും. പ്രിയങ്ക ഗാന്ധി എത്തുന്നതോടെ സ്ത്രീ വോട്ടർമാർക്കിടയിൽ കൂടുതൽ സ്വാധീനമുണ്ടാക്കാൻ കഴിയുമെന്നാണ് കോൺഗ്രസിന്റെ പ്രതീക്ഷ. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പ്രിയങ്ക ഗാന്ധിക്ക് മികച്ച വിജയം സമ്മാനിച്ചതിൽ നിർണായക പങ്കുവഹിച്ചത് നിലമ്പൂരാണ്. മുസ്ലിം ലീഗ് സംസ്ഥാന അധ്യക്ഷൻ പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ 13-നും 16-നും നിയോജക മണ്ഡലത്തിൽ പര്യടനം നടത്തുന്നുണ്ട്. UDF കൺവെൻഷനിൽ നിന്ന് പാണക്കാട്ട് കുടുംബം വിട്ടുനിന്നുവെന്ന ആരോപണങ്ങൾക്കുൾപ്പെടെ അദ്ദേഹം മറുപടി നൽകും. AICC സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ 12-ന് INTUC കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്യും. 13-നും അദ്ദേഹം മണ്ഡലത്തിലുണ്ടാവും. കേരളത്തിന്റെ ചുമതലയുള്ള AICC ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷിയും വരും ദിവസങ്ങളിൽ മണ്ഡലത്തിലേക്കെത്തും. പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെയുള്ള പ്രധാനപ്പെട്ട ആളുകൾ മണ്ഡലത്തിൽ കേന്ദ്രീകരിച്ചാണ് പ്രചാരണ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നത്. വർഗ ബഹുജന സംഘടനാ ഭാരവാഹികളെ കൂടി രംഗത്തിറക്കി തെരഞ്ഞെടുപ്പ് ആവേശം കൂട്ടുകയാണ് കോൺഗ്രസും UDF-ഉം. അമൃത ന്യൂസ്, നിലമ്പൂർ. അനന്തുവിന്റെ മരണം തെരഞ്ഞെടുപ്പ് ആയുധമാക്കി മുന്നണികൾ. കോൺഗ്രസ് ഭരിക്കുന്ന പഞ്ചായത്തിനെതിരെ പ്രതിഷേധവുമായി LDF, KCയിലേക്ക് UDF മാർച്ച് നടത്തും. NDA വനം വകുപ്പ് ഓഫീസിലേക്ക് മാർച്ച് നടത്തുന്നുണ്ട്. പ്രതിപക്ഷ നേതാവ് കെ സുരേന്ദ്രനും മരിച്ച അനന്തുവിന്റെ വീട് സന്ദർശിക്കും. മന്ത്രിമാരും ഇന്ന് അനന്തുവിന്റെ വീട്ടിലേക്ക് എത്തുന്നുണ്ട്. കൂടുതൽ വിവരങ്ങളുമായി KK പ്രശാന്ത് നിലമ്പൂരിൽ നിന്നും ചേരുന്നുണ്ട്. നിലമ്പൂരിൽ പ്രശാന്ത്, അനന്തുവിന്റെ മരണം തെരഞ്ഞെടുപ്പ് ആയുധമാക്കിയിരിക്കുകയാണ് മുന്നണികൾ. UDF ഭരിക്കുന്ന പഞ്ചായത്തിനെതിരെ വലിയ രീതിയിലുള്ള പ്രതിഷേധമാണ് ഉയരുന്നത്. എന്തൊക്കെയാണ് വിവരങ്ങൾ? ഗോപയെ സംഭവം ഉണ്ടായതിന് മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ വലിയ പ്രതിഷേധമാണ് UDF-ന്റെ ഭാഗത്തുനിന്നും കോൺഗ്രസിന്റെ ഭാഗത്തുനിന്നുമെല്ലാം തന്നെ ഉണ്ടായത്. അതിന് പിന്നാലെയാണ്
AK ശശീന്ദ്രൻ്റെ ഭാഗത്ത് നിന്ന് ചില പ്രസ്താവനകൾ വരുന്നു. പിന്നീട് അത് UDF നേതാക്കൾ ഏറ്റെടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. ആദ്യം കോൺഗ്രസിൻ്റെ ഒരു പ്രതിഷേധം എന്ന് പറയുന്നത് അനന്തുവിന് ഷോക്കേറ്റത് ഫെൻസിംഗ് നിന്നാണെന്ന തരത്തിലായിരുന്നു. അതിനെ തുടർന്നാണ് വനം വകുപ്പിനെതിരെ അതിശക്തമായ രീതിയിലുള്ള ഒരു പ്രതിഷേധം UDFൻ്റെ ഭാഗത്ത് നിന്ന് കോൺഗ്രസിൻ്റെ ഭാഗത്ത് നിന്നൊക്കെ തന്നെ ഉണ്ടായത്. പക്ഷേ അതിനുശേഷമാണ് കാര്യങ്ങൾ മാറി മറിയുന്നത്. പിന്നീട് കൂടുതൽ വിവരങ്ങൾ പുറത്തു വന്നു. പക്ഷേ ആ ഘട്ടത്തിൽ UDF കുറെ കൂടി പ്രതിരോധത്തിലേക്ക് മാറിയിരുന്നു. പക്ഷേ പിന്നീട് AK ശശീന്ദ്രൻ്റെ പ്രസ്താവന വന്നതോടുകൂടി തന്നെയാണ് അത് മറ്റു തരത്തിലുള്ള ആയുധമായി, തെരഞ്ഞെടുപ്പ് ആയുധമായി മാറുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നത്. നമുക്കറിയാം, നിലമ്പൂർ മലയോര മേഖലയാണ്, നിരവധിയായ വന്യജീവി ആക്രമണങ്ങൾ ഉള്ള സ്ഥലമാണ്, നിരവധി ആളുകൾക്ക് ജീവൻ നഷ്ടപ്പെടുന്ന സാഹചര്യം കൂടി നിലനിൽക്കുന്ന ഒരു പ്രദേശമാണ്. അവിടേക്കാണ് വീണ്ടും അനന്തുവിൻ്റെ ഒരു മരണം കൂടി എത്തിയത്. അത് പക്ഷേ മറ്റൊരു തരത്തിൽ തന്നെ ചിത്രീകരിക്കപ്പെടുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തി. പിന്നീട് അത് വലിയ രാഷ്ട്രീയ ആയുധമായി മാറുകയാണ് ഉണ്ടായത്. ഒന്ന്, സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് വീഴ്ചയുണ്ടായി എന്ന UDFും BJPയും തന്നെ ആരോപണം ഉന്നയിക്കുന്നു. പ്രത്യേകിച്ച് വനം വകുപ്പ് കൃത്യമായി കാര്യങ്ങൾ പരിശോധിച്ചില്ല. മറ്റൊന്ന്, KSEBയുടെ ഭാഗത്തു നിന്നുണ്ടായ വീഴ്ച എന്നുള്ളതാണ് പ്രധാനമായും എടുത്തു പറയുന്നത്. അതേസമയം തന്നെ ഇത് രാഷ്ട്രീയ ആയുധമായി, മരണത്തെ പോലും രാഷ്ട്രീയ ആയുധമാക്കുന്നു എന്ന വിമർശനമാണ് LDF മുന്നോട്ട് വെക്കുന്നത്. മാത്രമല്ല, ആ പഞ്ചായത്ത് കോൺഗ്രസിൻ്റെ കീഴിലാണ് ഉള്ളത്, പഞ്ചായത്ത് അംഗം കോൺഗ്രസിൻ്റെയാണ്. സ്വാഭാവികമായും ഇത്തരത്തിലൊരു പ്രവർത്തനം അവിടെ നടക്കുന്നുണ്ടെങ്കിൽ എന്തുകൊണ്ട് വാർഡ് മെമ്പർ അറിഞ്ഞില്ല എന്നുള്ളതാണ് പ്രധാനമായും അവർ ആരോപണമായി ഉന്നയിച്ചത്. മാത്രമല്ല, മെമ്പർക്ക് സ്ഥാനാർത്ഥിയുമായി അടക്കം നിരന്തരമായ ബന്ധങ്ങളുള്ള വ്യക്തിയാണ് എന്ന ആരോപണം കൂടി LDFൻ്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നു. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് LDF ഇന്ന് പഞ്ചായത്ത് ഓഫീസിലേക്ക് മാർച്ച് സംഘടിപ്പിച്ചിരിക്കുന്നത്. അതേസമയം തന്നെയാണ് വനം വകുപ്പ് ഓഫീസിലേക്ക് NDAയുടെ നേതൃത്വത്തിൽ മാർച്ച് സംഘടിപ്പിക്കുന്നത്. K. സുരേന്ദ്രൻ, മുൻ സംസ്ഥാന അധ്യക്ഷൻ K. സുരേന്ദ്രൻ തന്നെയാണ് മാർച്ചും ധരണയുമെല്ലാം തന്നെ ഉദ്ഘാടനം ചെയ്യുന്നത്. ഇന്ന് സ്ഥാനാർത്ഥിക്ക് പോലും രാവിലെ വേറൊരു പരിപാടികളും ക്രമീകരിച്ചിട്ടില്ല. ഇന്ന് ധരണ മാത്രമായിട്ടാണ് NDA സ്ഥാനാർത്ഥിയുടെ പരിപാടികൾ ക്രമീകരിച്ചിട്ടുള്ളത്. അതേ സമയത്ത് തന്നെയാണ് KSEB ഓഫീസിലേക്കാണ് UDFൻ്റെ മാർച്ച്. പ്രതിപക്ഷ നേതാവ് രാവിലെ ഇവിടേക്ക് എത്തും. ഒപ്പം തന്നെ കവളപ്പാറയിലും പ്രതിപക്ഷ നേതാവ് എത്തുന്നുണ്ട്. നിരവധിയായ പരിപാടികളാണ് പ്രതിപക്ഷ നേതാവ് അടക്കമുള്ള ആളുകൾക്കുള്ള. ഏതായാലും വാശിയേറിയ പോരാട്ടത്തിന് നിലമ്പൂർ സാക്ഷിയാകുമ്പോൾ ഏറ്റവും വലിയ പ്രചരണ ആയുധമായി ഇപ്പോൾ ഈ ഒരു ചെറുപ്പക്കാരന്റെ മരണം കൂടി, കുട്ടിയുടെ മരണം കൂടി ആയുധമാകുന്നു എന്നുള്ളത്. പ്രശാന്ത് സൂചിപ്പിച്ച പോലെ തന്നെ നിലമ്പൂരിൽ ഉപതെരഞ്ഞെടുപ്പ് പോരാട്ടം മുറുകുകയാണ്. M. സ്വരാജിനായി ഇന്ന് 6 മന്ത്രിമാർ മണ്ഡലത്തിൽ എത്തുന്നുണ്ട് പ്രചരണത്തിനായി. പ്രതിപക്ഷ നേതാവ് VD സതീശൻ ഉൾപ്പെടെയുള്ള കോൺഗ്രസ് നേതാക്കൾ UDF പ്രചരണത്തിന് നേതൃത്വം നൽകും. NDA സ്ഥാനാർത്ഥിക്കായി K. സുരേന്ദ്രനും കളത്തിൽ ഇറങ്ങുന്നുണ്ട്. അങ്ങനെ 3ാം ഘട്ട പ്രചരണത്തിലേക്ക് കടന്നിരിക്കുകയാണ് മുന്നണികൾ, അല്ലേ? ഗോപിക, ഏറ്റവും ശ്രദ്ധേയമായ കാര്യം, നിലവിൽ CPMൻ്റെ മുഴുവൻ MLAമാരും, അതായത് സ്വരാജുമായി ചേർന്ന് നിൽക്കുന്ന യുവ MLAമാർ പൂർണ്ണമായും മണ്ഡലത്തിൽ കേന്ദ്രീകരിക്കുന്നു. ഒപ്പം തന്നെ യുവജന സംഘടനകൾ, അവരുടെ ഭാരവാഹികളെല്ലാം തന്നെ, പ്രത്യേകിച്ച് DYFയുടെയൊക്കെ പ്രധാനപ്പെട്ട നേതാക്കളെല്ലാം തന്നെ ഈ മണ്ഡലത്തിൽ കേന്ദ്രീകരിച്ച് സ്വരാജിന് വേണ്ടി നിൽക്കുന്നു. മറ്റു മന്ത്രിമാർ വന്നു പോയിരുന്നു. പക്ഷേ ഇന്നിപ്പോൾ 6 മന്ത്രിമാരെ ഇറക്കിക്കൊണ്ടുള്ള ഒരു പ്രചരണമാണ് LDF മുന്നോട്ട് വയ്ക്കുന്നത്. OR കേളു, R. ബിന്ദു അടക്കമുള്ള K. പ്രസാദ് ഉണ്ട്. അങ്ങനെ പ്രധാനപ്പെട്ട മന്ത്രിമാരെല്ലാം തന്നെ മണ്ഡലത്തേക്ക് എത്തുകയാണ്. വരും ദിവസങ്ങളിൽ, അതായത് 13 മുതൽ മുഖ്യമന്ത്രി കൂടി എത്തും. മുഴുവൻ മന്ത്രിമാരെയും ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു പ്രചരണമാണ് പ്രധാനമായും മുന്നോട്ട് വയ്ക്കുന്നത്. ക്ഷേമ പെൻഷൻ, സർക്കാർ മുന്നോട്ട് വെച്ച മറ്റ് വികസന നയങ്ങൾ, അതോടൊപ്പം തന്നെ നിലമ്പൂരിന് വികസനം മുന്നോട്ട് കൊണ്ടുപോകേണ്ട ആവശ്യകത, ഇതെല്ലാം തന്നെ പ്രധാനമായും LDF മുന്നോട്ട് വയ്ക്കുന്നു. അതേസമയം UDFനെ സംബന്ധിച്ച് നമുക്കറിയാം, കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ഏറ്റവും നിർണായക പോരാട്ടം കാഴ്ചവെക്കുകയും ഒപ്പം തന്നെ നിർണായക വോട്ടുകൾ നേടാൻ കഴിഞ്ഞ മണ്ഡലമാണ് നിലമ്പൂർ. അതുകൊണ്ട് തന്നെ അവിടെ പ്രിയങ്ക ഗാന്ധി എത്തുമ്പോൾ സ്വാഭാവികമായും വോട്ടർമാർക്കിടയിൽ അവർക്കുള്ള സ്വാധീനം, ആ സ്വാധീനം വോട്ടായി മാറുകയും കൂടുതൽ, അതായത് അത്തരം ചില നീക്കങ്ങൾ കൂടി ഇതിന്റെ ഭാഗമായുണ്ട്. മറ്റ് K. സുരേന്ദ്രൻ അടക്കം ഒപ്പം തന്നെ ജോർജ് കുര്യൻ അടക്കമുള്ള നേതാക്കളെ ഇറക്കിയാണ് NDAയുടെ പ്രചരണവും മുന്നോട്ട് പോകുന്നത്. ശരി, നിലമ്പൂരിൽ ഉപതെരഞ്ഞെടുപ്പ് പോരാട്ടം മുറുകുന്നു. KK പ്രശാന്താണ് നിലമ്പൂരിൽ നിന്നും വിവരങ്ങൾ നൽകിയത്. തെരഞ്ഞെടുപ്പ് ചർച്ചകൾക്ക് അപ്പുറത്തേക്കുള്ള ഗൗരവമുണ്ട് വെള്ളക്കട്ടയിലെ അനന്തുവിന്റെ മരണത്തിന്. നിലമ്പൂരിന്റെ മലയോര മേഖലയിൽ വർഷങ്ങളായി ജനങ്ങൾ അനുഭവിക്കുന്ന വന്യജീവി ആക്രമണത്തിന്റെ ഇര കൂടിയാണ് അനന്തു. ഷോക്കേറ്റാണ് അനന്തു മരിച്ചതെങ്കിലും വന്യജീവി ആക്രമണം മേഖലയിൽ ഒറ്റപ്പെട്ട സംഭവമല്ല. അനന്തുവിന്റെ വീട് ഉൾപ്പെടുന്ന പ്രദേശത്തേക്ക് നല്ലൊരു വഴി പോലും ഇല്ല. മാറി മാറി വരുന്ന സർക്കാരുകൾ മലയോര മേഖലയിലെ ജനതയ്ക്ക് നൽകുന്ന സംവിധാനങ്ങൾ അറിയണമെങ്കിൽ ഈ ദൃശ്യങ്ങൾ കാണണം. ഷോക്കേറ്റ് മരിച്ച അനന്തുവിന്റെ വീട്ടിലേക്കുള്ള വഴിയാണ്. 4 വീടുകളാണ് വഴിക്കടവ് പഞ്ചായത്തിലെ ഈ പ്രദേശത്തുള്ളത്. അനന്തുവിന്റെ ജീവൻ നഷ്ടമായതുകൊണ്ട് മാത്രമാണ് രാഷ്ട്രീയ കേരളത്തിന്റെ ശ്രദ്ധ ഈ പ്രദേശത്തേക്ക് പതിഞ്ഞത്. ഇതിനു മുൻപും തൊട്ടടുത്ത പ്രദേശത്ത് ഒരാൾ മരിച്ചിരുന്നു. അന്ന് അധികാരികൾ നൽകിയ ഉറപ്പെല്ലാം പാഴായി. ബിനീഷിന്റെ ക്രിമിനൽ ബുദ്ധിയാണ് അനന്തുവിന്റെ ജീവനെടുത്തതെങ്കിൽ പ്രദേശത്ത് താമസിക്കുന്ന സാധാരണ ജനങ്ങളെ സംബന്ധിച്ച് ആശങ്ക വളരെ വലുതാണ്. അപകടമുണ്ടായാൽ നഗരത്തിലെ ആശുപത്രിയിലേക്ക് എത്താൻ ഏറെ സമയമെടുക്കും. ഈ അപകടം നടന്നപ്പോൾ ഇവർ 5 പിള്ളേരുണ്ട്. ഈ 5 പിള്ളേരിൽ 3 പേര് ഈ ഷോക്കേറ്റ്, 2 പേര് ഇത് കണ്ടിട്ട് ഒരാൾ ഈ വീട്ടിൽ കൂടി,
ഒരാൾ അവിടെ താഴെ ഒരു അംഗനവാടി ഉണ്ട്, അവിടേക്കും ആ ഭാഗത്ത് കൂടി. പിന്നെ ഈ 3 കുട്ടികളെ ഇവിടുന്ന് ഏറ്റിയെടുത്തിട്ടാണ് അവിടെ റോട്ടിലെത്തിക്കണത്. പിന്നെ ഒരു 10-5 മിനിറ്റിൻ്റെ ഉള്ളിലാണ് ഞങ്ങൾ ഒരു വണ്ടി, അവിടെ തന്നെ ഉണ്ടായിരുന്നൊരു വണ്ടി എടുത്തിട്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയത്. വനത്തിലൂടെ കിലോമീറ്ററോളം സഞ്ചരിച്ചാലാണ് പല വീടുകളിലേക്കും എത്തുക. ഒരു വശത്ത് വീടും മറുവശത്ത് വനവും. വന്യജീവി ആക്രമണം തടയാൻ ദുർബലമായ ഫെൻസിംഗ് സംവിധാനം. നിരവധി ആവശ്യങ്ങൾ നാട്ടുകാർ ഭരണാധികാരികൾക്ക് മുന്നിലേക്ക് വെച്ചെങ്കിലും ഒന്നും എങ്ങും എത്തിയിട്ടില്ല. ഇവിടെ വളരെ ദുരിതം തന്നെയാണ്. പ്രത്യേകിച്ച് ഇങ്ങനെ ഒറ്റപ്പെട്ട് കിടക്കുന്ന ഈ 4 വീട്, അതുപോലെ ഇവിടെ ഒരു വീട്, അതുപോലെ അവിടെ ആ ഭാഗത്ത് പോയിൻ്റെ പക്കത്തൊരു വീടുണ്ട്. ഇവരൊക്കെ ഭയങ്കര കഷ്ടപ്പാട് തന്നെയാണ്. മഴക്കാലത്ത് ഇവർ കുടുങ്ങി പോവാണ്. വെള്ളം വന്നു കഴിഞ്ഞാൽ പിന്നെ അവർ ഏലിയ പോകണ്ടെന്ന് അവർക്കറിയില്ല. ഇത് ഇങ്ങനെയൊന്നുമല്ല. ഈ തോട് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും കടക്കാൻ പറ്റാത്ത വിധത്തിൽ വെള്ളം ഇതിൽ വരും. ഇവരെ ഈ വീട്ടിലേക്ക് വരെ വെള്ളം കയറും. പക്ഷേ ഇവരൊന്നും ഒന്ന് ഇവിടുന്ന് മാറ്റി താമസിക്കാനോ ഇല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സംവിധാനമൊന്നും ഒരു ഭാഗത്തുനിന്നും ഉണ്ടാകുന്നില്ല. അപകടമുണ്ടാകുമ്പോൾ മാത്രം ഉണർന്ന് പ്രവർത്തിക്കുന്ന നമ്മുടെ ഭരണ സംവിധാനങ്ങൾ നടപടികൾ വേഗത്തിലാക്കുമെന്ന് പ്രതീക്ഷിക്കാം. പക്ഷേ അറിഞ്ഞോ അറിയാതെയുള്ള ചിലരുടെ അനാസ്ഥ കവർന്നെടുത്തത് ഒരു 15-കാരന്റെ ജീവനും ഒരു കുടുംബത്തിന്റെ വലിയ സ്വപ്നങ്ങളുമാണ്. ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കണമെങ്കിൽ സർക്കാർ സംവിധാനങ്ങൾ തങ്ങളുടെ നിലപാടുകൾ മാറ്റിയേ മതിയാവൂ. അമൃത ന്യൂസ്, നിലമ്പൂർ. മറ്റു വാർത്തകൾ നോക്കാം. സംസ്ഥാനത്ത് ട്രോളിംഗ് നിരോധനം ഇന്ന് അർദ്ധരാത്രി മുതൽ ആരംഭിക്കും. 52 ദിവസമാണ് ട്രോളിംഗ് നിരോധനം. കപ്പൽ അപകടവും കാലാവസ്ഥാ വ്യതിയാനവും തൊഴിൽ ദിനങ്ങളെ ബാധിച്ചതിനാൽ മത്സ്യബന്ധന മേഖലയാകെ കടുത്ത പ്രതിസന്ധിയിൽ നിൽക്കുമ്പോഴാണ് ഇത്തവണത്തെ ട്രോളിംഗ് നിരോധനം. പ്രജനനകാലത്തെ നാശം തടഞ്ഞ് മത്സ്യസമ്പത്ത് വർദ്ധിപ്പിക്കുന്നതിനാണ് ട്രോളിംഗ് നിരോധനം നടപ്പാക്കുന്നത്. മുൻ വർഷങ്ങളിലേതുപോലെ ഇത്തവണയും ട്രോളിംഗ് നിരോധന സമയത്ത് പരിശോധനകൾ ശക്തമാക്കാനാണ് തീരുമാനം. എല്ലാ തീരദേശ ജില്ലകളിലും 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന കൺട്രോൾ റൂമുകളും ഒപ്പം പെട്രോളിംഗിനായി നിരീക്ഷണ സംവിധാനങ്ങളും ശക്തമാക്കിയിട്ടുണ്ട്. ട്രോളിംഗ് നിരോധന സമയത്ത് കേരള തീരത്ത് ഇതര സംസ്ഥാന മത്സ്യബന്ധന ബോട്ടുകൾക്കും വിലക്കുണ്ട്. തോണിയിലും ഇൻബോർഡ് വള്ളത്തിലും മീൻപിടുത്തം നടത്തുന്ന പരമ്പരാഗത മത്സ്യത്തൊഴിലാളികൾക്ക് ട്രോളിംഗ് നിരോധന സമയത്തും കടലിൽ പോകാം. എന്നാൽ നിരോധനം ലംഘിക്കുന്ന ബോട്ടുകൾക്കെതിരെ കർശന നിയമ നടപടി സ്വീകരിക്കുമെന്ന് ഫിഷറീസ് വകുപ്പിന്റെ മുന്നറിയിപ്പിൽ പറയുന്നു. അതേസമയം കാലാവസ്ഥാ വ്യതിയാനവും ഇന്ധനവില വർധനവും മത്സ്യബന്ധന മേഖലയ്ക്ക് വലിയ പ്രതിസന്ധി ഉണ്ടാക്കുന്നതിനിടെയാണ് കപ്പൽ അപകടം കൂടിയെത്തിയത്. ഇത് തൊഴിൽ ദിനങ്ങളെ ബാധിച്ചതിനാൽ 10 ദിവസത്തെ ഇളവ് അനുവദിക്കണമെന്ന് മത്സ്യത്തൊഴിലാളികൾ ആവശ്യപ്പെട്ടിരുന്നെങ്കിലും അതുണ്ടായില്ല. മത്സ്യബന്ധന മേഖലയിൽ സൗജന്യ റേഷനും മറ്റ് ആനുകൂല്യങ്ങളും നൽകുമെന്നാണ് സർക്കാർ വാഗ്ദാനം. ജൂൺ 9 അർദ്ധരാത്രി മുതൽ ജൂലൈ 31 അർദ്ധരാത്രി വരെ 52 ദിവസമാണ് ഇത്തവണത്തെ ട്രോളിംഗ് നിരോധനം. അമൃത ന്യൂസ്, കൊല്ലം. കടലിൽ കണ്ടെയ്നർ മറിഞ്ഞ പ്ലാസ്റ്റിക് കുമിഞ്ഞുകൂടിയതോടെ പ്രതിസന്ധിയിലായി സംസ്ഥാനത്തെ ടൂറിസം മേഖലയും. ഒപ്പം വ്യാജ പ്രചരണങ്ങൾ കൂടിയായതോടെ കോവളത്തെ റെസ്റ്റോറന്റ് ഉടമകൾക്കും വരുമാനത്തിൽ വലിയ നഷ്ടമാണ് ഉണ്ടായത്. കണ്ടെയ്നർ മറിഞ്ഞതോടെ മത്സ്യത്തൊഴിലാളികൾക്കൊപ്പം സംസ്ഥാനത്തെ ടൂറിസം മേഖലയും വലിയ പ്രതിസന്ധിയാണ് നേരിടുന്നത്. കോവളം തീരത്ത് കുമിഞ്ഞുകൂടിയ പ്ലാസ്റ്റിക്കും ഒപ്പം സമൂഹ മാധ്യമങ്ങളിൽ നടക്കുന്ന പല വ്യാജ പ്രചരണങ്ങളും ടൂറിസം മേഖലയെ വലിയ രീതിയിൽ ബാധിച്ചിട്ടുണ്ട്. കടലിൽ നിന്നുള്ള മത്സ്യം കഴിക്കുന്നത് കൊണ്ട് ക്യാൻസർ പോലുള്ള രോഗങ്ങൾ വരുമെന്ന പ്രചരണങ്ങൾ മൂലം കോവളത്തെ റെസ്റ്റോറന്റുകളിൽ പലതും ആളുകൾ കയറാതെ ഒഴിഞ്ഞുകിടക്കുകയാണ്. ശരിക്കും ആൾക്കാർക്ക് ഒരു പേടിയായിട്ടുണ്ട്. ഇങ്ങനെ പറഞ്ഞ് പത്രങ്ങളിലും അങ്ങനെയൊക്കെ പറഞ്ഞ് പരത്തിയിട്ടുള്ളതുകൊണ്ട് ഒരു പേടി പോലെ ഉണ്ട്. ബീച്ചിലോട്ട് ഇപ്പോൾ ആരും ഇറങ്ങുന്നില്ല വലുതായിട്ട്. ഈ 2 ദിവസത്തിന് മുമ്പേ കുറച്ച് മാലിന്യങ്ങൾ ഇവിടെ നിന്ന് മാറ്റിയായിരുന്നു. സാധാരണ പ്ലാസ്റ്റിക് എല്ലാം സർക്കാരിൻ്റെ ആൾക്കാർ ഇവിടെ നിന്ന് മാറ്റുന്നുണ്ട്. പിന്നെ മത്സ്യം കഴിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഭീഷണി പോലെ ആൾക്കാരെ പേടിച്ച് കഴിക്കുന്നില്ല. കഴിക്കുന്നവരും ഉണ്ട്, നമ്മളൊക്കെ കഴിക്കുന്നുണ്ട്. നമ്മളിവിടെ ഫ്രഷ് മീൻ കിട്ടുന്നുണ്ട്, കഴിക്കുന്നുണ്ട്. പിന്നെ ഇത് ഈ പ്ലാസ്റ്റിക് കഴിച്ച് ക്യാൻസർ എന്നൊക്കെ പറഞ്ഞ് പരത്തിയിട്ടുണ്ട് ആൾക്കാർ. ഡോക്ടർമാരൊക്കെ പറയുന്നത് വെച്ചാൽ ഒരു കുഴപ്പമില്ല, കഴിക്കാമെന്നാണ് പറയുന്നത്. ഇത് കൂടുതൽ അതായത് ബോയിലായി വേവിക്കുമ്പോൾ ആവിയാൽ ഇതിൻ്റെ വിഷാംശം ഉണ്ടെങ്കിൽ നഷ്ടപ്പെട്ടു പോകും എന്നാണ് പറയണത്. പിന്നെ ഈ ലോക്കൽ ഏരിയയിൽ നമ്മളെ ഹോസ്റ്റൽ ഏരിയയിൽ വരുമ്പോൾ യാതൊരുവിധ പ്രശ്നങ്ങളുമില്ല. അപ്പോൾ വെളിയിൽ നിന്ന് വരുന്ന ആൾക്കാർ എന്തൊക്കെ പറഞ്ഞ് പേടിപ്പിച്ചാണ് ആൾക്കാരും മീൻ കഴിക്കാൻ താല്പര്യമുള്ളവരുണ്ട്. സീസൺ അല്ലാത്തത് കൊണ്ട് തന്നെ വിനോദസഞ്ചാരികളിൽ വലിയ കുറവുണ്ട്. എത്തുന്നവരാകട്ടെ ഇത്തരം വ്യാജ പ്രചരണങ്ങൾ മൂലം റെസ്റ്റോറന്റുകളിൽ കയറാൻ വലിയ വിമുഖതയും കാണിക്കുന്നുണ്ട്. കണ്ടെയ്നറിൽ നിന്നും പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ തീരത്തടിഞ്ഞതോടെ മത്സ്യത്തൊഴിലാളികളെ പോലെ തന്നെ ഇവിടത്തെ ടൂറിസം മേഖലയും വലിയ പ്രതിസന്ധിയിലാണ്. അതിനോടൊപ്പം സോഷ്യൽ മീഡിയകളിൽ വരെ ഉയർന്നു പൊങ്ങുന്ന വ്യാജ പ്രചരണങ്ങൾ കൂടിയായതോടെ കോവളത്തെ പല റെസ്റ്റോറന്റുകളുടെയും വരുമാനം ഏകദേശം നിലച്ച മട്ടിലാണ്. ഈ പ്രതിസന്ധിക്ക് പരിഹാരമായാൽ മാത്രമേ ടൂറിസം മേഖലയും പുത്തനുണർവിലേക്ക് തിരിച്ചുവരൂ. ക്യാമറാമാൻ അനിലിനൊപ്പം ആതിര, അമൃത ന്യൂസ്, തിരുവനന്തപുരം. കൊച്ചി പുറം കടലിൽ മുങ്ങിയ കപ്പലിൽ പരിശോധന ഇന്ന്. ആഫ്രിക്കയിൽ നിന്നുള്ള മുങ്ങൽ വിദഗ്ധരാകും പരിശോധന നടത്തുക. മുങ്ങിയ കണ്ടെയ്നറുകൾ പുറത്തെടുക്കുകയാണ് ആദ്യ ലക്ഷ്യം.
വിഷവസ്തുക്കൾ അടങ്ങിയ കണ്ടെയ്നറുകളും ടൺ കണക്കിന് ഇന്ധനവുമാണ് കടലിന്റെ അടിത്തട്ടിൽ തുടരുന്നത്. മത്സ്യബന്ധനത്തെ ഇത് ബാധിക്കുമോ എന്ന ആശങ്കയിലാണ് ജനങ്ങൾ. കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ സംഭവത്തെ നിസ്സാരവൽക്കരിക്കുകയാണെന്ന ആക്ഷേപവും ഉയരുന്നുണ്ട്. അനന്തപുരിയുടെ ചരിത്രമുറങ്ങുന്ന ശംഖുമുഖം ബീച്ച് ഇന്ന് അപകടാവസ്ഥയിലാണ്. ഉചിതമായ നടപടികൾ സ്വീകരിച്ചില്ലെങ്കിൽ ശംഖുമുഖത്തു നിന്നും ആഭ്യന്തര വിമാനത്താവളത്തിലേക്ക് പോകുന്ന ഇരട്ടവരിപ്പാതയും ക്രമേണ കടലെടുക്കും. വൈകുന്നേരങ്ങൾ ആസ്വദിക്കാൻ കുടുംബസമേതം എത്തുന്നവരുടെ തിക്കും തിരക്കും ശംഖുമുഖം ബീച്ചിലെ സ്ഥിരം കാഴ്ചയാണ്. എന്നാൽ ആ കാഴ്ചകൾക്കപ്പുറം ഭീതി നിറയ്ക്കുന്ന യാഥാർത്ഥ്യമുണ്ട്. സംരക്ഷണ ഭിത്തിയുടെ പല ഭാഗങ്ങളും കടലെടുത്തു. ശംഖുമുഖത്ത് ടൂറിസം വകുപ്പിന്റെ നേതൃത്വത്തിൽ തീരത്തോട് ചേർന്ന് മിനി ഹൈമാസ്റ്റ് ലൈറ്റുകൾ, വിനോദസഞ്ചാരികൾക്ക് ഇരിപ്പിടങ്ങൾ എന്നിവ സ്ഥാപിച്ചിട്ടുണ്ട്. ഇവയെ സംരക്ഷിക്കാൻ കരിങ്കല്ലുകൾ നിരത്തിയിട്ടുണ്ട്. എന്നാൽ ശക്തമായ തിരമാലകൾ കല്ലുകളെ വലിച്ചെടുത്തതിനാൽ ഈ ഭാഗങ്ങളും തകർന്ന അവസ്ഥയിലാണ്. തിരയടിച്ചു കയറിയുണ്ടാകുന്ന മണ്ണിടിച്ചിലും രൂക്ഷമാണ്. തീരപ്രദേശം മുഴുവൻ തന്നെ കടലെടുത്ത് പോയിരിക്കുന്നു. ഇവിടെ ഉണ്ടായിരുന്ന കൽക്കെട്ട് അതെല്ലാം ഇടിഞ്ഞ് വീണ് പോയിരിക്കുന്നു. സമയം കിട്ടുമ്പോൾ ആളുകൾ വന്ന് സമയം ചെലവഴിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഈ ബീച്ച് ഇന്ന് വളരെയധികം ക്രൗഡഡാണ്. പക്ഷേ ആളുകൾക്ക് പ്രകൃതി ഭംഗി ആസ്വദിക്കാനുള്ള ഒരു സംവിധാനം ഇവിടെ ഇല്ല. തന്നെയുമല്ല, വളരെ സുരക്ഷാ ഭീഷണി നിലനിൽക്കുന്നു. ഈ നമ്മൾ നിൽക്കുന്ന സ്ഥലം വരെയും ഇടിഞ്ഞു വീഴാറായിരിക്കുന്ന ഒരവസ്ഥയാണ് ഉള്ളത്. എല്ലാ അടിസ്ഥാന സൗകര്യങ്ങളെല്ലാം അവതാളത്തിലായി കിടക്കുന്നു. പണ്ട് കണ്ടാസ്വദിച്ചിരുന്ന കടൽ തീരമല്ല ഇതെന്ന് സഞ്ചാരികൾ ഓർത്തെടുക്കുന്നു. വളരെ ചെറുപ്പകാലം തൊട്ട് ഇവിടെ വന്ന് വൈകുന്നേരം എൻജോയ് ചെയ്തുകൊണ്ടിരുന്ന ഒരു ബീച്ചാണ്. ഈ ഒരു അവസ്ഥയിൽ കാണാൻ വളരെ വിഷമമുണ്ട്. മുഴുവൻ ഇടിഞ്ഞ അവസ്ഥയിൽ കാണുന്ന വല്ലാത്തൊരു വിഷമമുള്ള ഒരു ഇതാണ്. ഞങ്ങളൊക്കെ ഇവിടെ വന്ന് ഇരുന്നുകൊണ്ടിരുന്നതാണ് വൈകുന്നേരം. പ്രദേശത്ത് ഗാർഡുകളെ നിയമിച്ച് വിനോദസഞ്ചാരികളെ നിയന്ത്രിക്കുന്നുണ്ടെങ്കിലും അത് പര്യാപ്തമല്ല. നേർത്ത കയർ കൊണ്ട് തീർത്ത നിയന്ത്രണ വേലിക്കരികിൽ നിന്നാണ് സന്ദർശകരിൽ പലരും കടൽ ആസ്വദിക്കുന്നത്. ടെട്രാപോഡോ, കരിങ്കല്ലുകളോ ഇറക്കി അടിയന്തരമായി തീരസംരക്ഷണം ഉറപ്പാക്കേണ്ടതുണ്ട്. പ്രദേശത്ത് കൂടുതൽ നാശനഷ്ടം ഉണ്ടാകുന്നതിന് മുൻപ് തീരം ബലപ്പെടുത്തേണ്ടതുണ്ട്. ക്യാമറാമാൻ വിഷ്ണുവിനൊപ്പം ദേവിക ചന്ദ്രൻ, അമൃത ന്യൂസ്, തിരുവനന്തപുരം. സംസ്ഥാനത്ത് ഇന്ന് ഓൺലൈൻ ടാക്സി ഡ്രൈവർമാരുടെ പണിമുടക്ക്. ഓൺലൈൻ ടാക്സി കമ്പനികൾ ചൂഷണം ചെയ്യുന്നുവെന്നും ഓൺലൈൻ ടാക്സി രംഗത്ത് നിരക്ക് ഏകീകരണം വേണമെന്നും ആവശ്യപ്പെട്ടാണ് സമരം. ഓൺലൈൻ ടാക്സി കമ്മ്യൂണിറ്റിയാണ് പണിമുടക്കിന് ആഹ്വാനം ചെയ്തത്. രാവിലെ 6 മുതൽ വൈകുന്നേരം 6 വരെയാണ് പണിമുടക്ക്. സ്വകാര്യമായി ഓടുന്ന ഓൺലൈൻ ടാക്സി വാഹനങ്ങൾ തടയാനും സംഘടനകൾ ആഹ്വാനം ചെയ്തിട്ടുണ്ട്. വിവിധ യൂണിയനുകൾ സമരത്തിൽ പങ്കെടുക്കും. ഷൈൻ ടോം ചാക്കോയുടെ അച്ഛൻ CP ചാക്കോയുടെ സംസ്കാരം ഇന്ന്. തമിഴ്നാട്ടിലെ ധർമ്മപുരയിലുണ്ടായ വാഹന അപകടത്തിലാണ് CP ചാക്കോ മരിച്ചത്. രാവിലെ 10:30 മുണ്ടൂർ കർമ്മല മാതാ പള്ളിയിൽ വച്ചാണ് സംസ്കാര ചടങ്ങുകൾ നടക്കുക. ഗുരുതരമായി പരിക്കേറ്റ നടൻ ഷൈൻ ടോം ചാക്കോയെ ശസ്ത്രക്രിയയ്ക്ക് വിധേയനാക്കും. ഇടത് തോളിന് പരിക്കേറ്റ ഷൈനിനും ഇടുപ്പെല്ലിന് ഗുരുതര പരിക്കേറ്റ അമ്മ മരിയയും ചികിത്സയിലാണ്. ഇരുവരുടെയും ആരോഗ്യനില തൃപ്തികരമാണ്. പിതാവിന്റെ സംസ്കാര ചടങ്ങുകൾക്കായി ഷൈനിനെ ഇന്ന് രാവിലെ ആശുപത്രിയിൽ നിന്നും മുണ്ടൂരിൽ എത്തിക്കും. ബംഗളൂരുവിലേക്കുള്ള യാത്രയ്ക്കിടെ വെള്ളിയാഴ്ച രാവിലെ 6 മണിയോടെയാണ് ഷൈൻ ടോം ചാക്കോയും കുടുംബവും സഞ്ചരിച്ചിരുന്ന കാർ അപകടത്തിൽപ്പെടുന്നത്. ഇനി വിപണി വിലയിരുത്തലുമായി ജിയോജിത് ഫിനാൻഷ്യൽ സർവീസസിലെ സീനിയർ ഇൻവെസ്റ്റ്മെന്റ് സ്ട്രാറ്റജിസ്റ്റും ജനറൽ മാനേജറുമായ കെ ദിലീപ് ചേരുന്നുണ്ട്. ദിലീപ്, ഇന്നത്തെ വിപണി വിലയിരുത്തൽ എങ്ങനെയാണ്? ഇന്നും നേട്ടത്തിൽ തന്നെയായിരിക്കും വ്യാപാരം തുടങ്ങുക. കഴിഞ്ഞ ആഴ്ച നല്ലൊരു നേട്ടത്തിൽ വ്യാപാരം അവസാനിപ്പിച്ചു. 25,000 എന്ന നിലവാരത്തിന് മുകളിൽ മുൻനിര സൂചിയായ നിഫ്റ്റിയിൽ വ്യാപാരം അവസാനിപ്പിച്ചു. കുറച്ച് നാളുകളായി വിപണിയിൽ 24,500, 25,000 എന്ന നിലവാരത്തിനിടയിലായിരുന്നു മുൻനിര സൂചിയായി നിഫ്റ്റി നീങ്ങിയിരുന്നത്. അത് മറികടന്ന് 25,000 മുകളിൽ ഒരു സാങ്കേതികമായി ഒരു മികച്ച നിലവാരത്തിലേക്ക് നീങ്ങാനുള്ള ഒരു സാധ്യത കുറിച്ചുകൊണ്ട് തന്നെയാണ് കഴിഞ്ഞ ആഴ്ച വ്യാപാരം അവസാനിപ്പിച്ചത്. അതിന് പ്രധാനപ്പെട്ട ഒരു കാരണം റിസർവ് ബാങ്കിന്റെ ഭാഗത്തും ഉണ്ടായിട്ടുള്ള നിരക്ക് കുറയ്ക്കൽ തീരുമാനമായിരുന്നു. വിപണി പ്രതീക്ഷയേക്കാൾ മെച്ചപ്പെട്ട രീതിയിൽ 25 ബേസിസ് പോയിന്റ് എന്ന നിലവാരം പ്രതീക്ഷിച്ചെടുത്ത് 50 ബേസിസ് പോയിന്റിന്റെ നിരക്ക് കുറയ്ക്കലാണ്, പലിശ നിരക്ക് കുറയ്ക്കലാണ് റിസർവ് ബാങ്കിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായത്. മാത്രമല്ല ക്യാഷ് റിസർവ് റേഷ്യോയിൽ, അതായത് ബാങ്കുകൾ റിസർവ് ബാങ്കിൽ സൂക്ഷിക്കേണ്ട കരുതൽ ധനാനുപാതത്തിൽ 1% കുറവ് വരുത്തി. ഇത് വളരെ വലിയ ഒരു തുക ബാങ്കുകളിലേക്ക് എത്താനുള്ള ഒരു സാധ്യത ഉണ്ടാക്കുകയായിരുന്നു. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ജനുവരി മുതലുള്ള ഒരു നിരക്ക് കുറയ്ക്കലിന് ശേഷമുള്ള ഒരു സാധ്യത നോക്കുകയാണെങ്കിൽ ഏതാണ്ട് 9 ലക്ഷം കോടിയോളം രൂപ വിപണിയിലേക്ക് എത്തുന്നതിനുള്ള ഒരു ലിക്വിഡിറ്റി, പണലഭ്യത ഉറപ്പുവരുത്തുന്നതിന് റിസർവ് ബാങ്കിന്റെ ഭാഗത്തു നിന്നുള്ള ഈ തീരുമാനം സഹായമായി. ഇത് ബാങ്കിങ് മേഖലയിൽ ഉണ്ടായിട്ടുള്ള ഒരു ഉണർവും മൊത്തത്തിൽ മറ്റ് മേഖലകളിൽ ഉണ്ടായിട്ടുള്ള ഒരു ഉണർവുമാണ് കഴിഞ്ഞ
ഒരാഴ്ചയെ വിപണിയെ ഈ നിലവാരത്തിലെത്തിക്കാൻ സഹായിച്ചത്. മാത്രമല്ല വിദേശ നിക്ഷേപ സ്ഥാപനങ്ങൾ ഏതാനും ദിവസങ്ങളിൽ അറ്റ വിൽപ്പനയിലായിരുന്നെങ്കിൽ കൂടി അവസാനമായപ്പോഴേക്കും വിദേശ നിക്ഷേപ സ്ഥാപനങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടായ അനുകൂലമായ തീരുമാനം, ഒപ്പം തന്നെ ചെറുകിട നിക്ഷേപകർ എല്ലാവരും വിപണിയിൽ അനുകൂലമായി ഇടപെട്ടതിൻ്റെ ഒരു സാധ്യതയായിരുന്നു വിപണിയിലുണ്ടായിരുന്ന മുന്നേറ്റത്തിൽ പ്രധാനപ്പെട്ട ഒരു കാരണം. ഒട്ടുമിക്ക മേഖല കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള അനുകൂലം നീക്കം ഉണ്ടായിരുന്നു. മാത്രമല്ല ചെറുകിട മധ്യതര ഓഹരികളിൽ ഉണ്ടായിട്ടുള്ള ഒരു നിക്ഷേപ താല്പര്യമാണ് ഏറെ പ്രധാനപ്പെട്ടത്. ഇത് കാണിക്കുന്ന വരും ദിവസങ്ങളിലും വിപണി നിക്ഷേപ താല്പര്യം ഉണ്ടായിരിക്കുമെന്ന് തന്നെയാണ്. എന്തായാലും ഇന്നും നേട്ടത്തിൽ തന്നെയായിരിക്കും വ്യാപാരം തുടങ്ങുക. ആഗോള സാഹചര്യങ്ങളൊപ്പം തന്നെ വിദേശ നിക്ഷേപ സ്ഥാപനങ്ങളുടെ നിലപാടുകളും വിപണിയുടെ ഇനിയുള്ള ദിവസത്തെ നീക്കത്തിൽ നിർണായകവുമായിരിക്കും. ശരി, കെ ദിലീപാണ് വിപണി വിലയിരുത്തൽ നൽകിയത്. അടുത്ത 3 മണിക്കൂറിൽ വടക്കൻ ജില്ലകളിലെ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടത്തരം മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലയിലാണ് ഇടത്തരം മഴയ്ക്കുള്ള സാധ്യത. അതേസമയം കദരിപ്പുഴ നദിയിലെ ജലനിരപ്പ് ഉയരുകയാണ്. ചാലിയാർ, കടലുണ്ടി, പയസ്വിനി തുടങ്ങിയ നദികളിലെ ജലനിരപ്പ് മാറ്റമില്ലാതെ തുടരുകയാണ്. ആലപ്പുഴ കുട്ടനാട് താലൂക്കിലെ സ്കൂളുകൾ ഇന്ന് തുറക്കും. കുട്ടനാട് മേഖലയിലെ വെള്ളക്കെട്ട് പ്രതിസന്ധി ഒഴിഞ്ഞതോടെയാണ് സ്കൂളുകൾ തുറക്കുന്നത്. കനത്ത മഴയെ തുടർന്ന് പ്രദേശത്തെ നിരവധി വീടുകളിലടക്കം വെള്ളം കയറിയിരുന്നു. ലോകത്തെ ഏറ്റവും വലിയ കണ്ടെയ്നർ കപ്പലായ MSC ഐറീന ഇന്ന് വിഴിഞ്ഞം തുറമുഖത്ത് ബർത്ത് ചെയ്യും. തൃശൂർ സ്വദേശിയായ ക്യാപ്റ്റൻ വില്ലി ആന്റണിയാണ് MSC ഐറീനയുടെ കപ്പിത്താൻ. 24,000 മീറ്റർ ഡെക്ക് ഏരിയയുള്ള കപ്പലിൽ 24,346 TEU കണ്ടെയ്നറുകൾ വഹിക്കാനാകും. കപ്പലിൽ 35 ജീവനക്കാരുണ്ട്. സൗത്ത് ഏഷ്യൻ തുറമുഖങ്ങളിൽ ഐറീന എത്തുന്നത് ഇതാദ്യമാണ്. സിംഗപ്പൂരിൽ നിന്ന് യാത്ര തിരിച്ച് ചൈനയിലും കൊറിയയിലും പോയി സിംഗപ്പൂരിൽ തിരികെ എത്തിയ ശേഷമാണ് MSC ഐറീന വിഴിഞ്ഞത്ത് എത്തുന്നത്. UEFA നേഷൻസ് ലീഗ് കിരീടം പോർച്ചുഗലിന്. ഫൈനലിൽ സ്പെയിനിനെ പെനൽറ്റി ഷൂട്ടൌട്ടിൽ 5-3 തോൽപ്പിച്ചാണ് പോർച്ചുഗൽ ചാമ്പ്യന്മാരായത്. പോർച്ചുഗലിന്റെ ന്യൂനോ മെൻഡസ് ആണ് ഫൈനലിലെ താരം. നിറഞ്ഞ ഗാലറിയിൽ ഇഞ്ചോടിഞ്ച് പോരാട്ടമാണ് ഇരു ടീമുകളും കാഴ്ചവെച്ചത്. ആരാധകർക്ക് മുന്നിൽ ഒരു കൊടുങ്കാറ്റ് പോലെയാണ് ആദ്യം പോർച്ചുഗലിന് നേരെ സ്പെയിൻ ആഞ്ഞടിച്ചത്. റൊണാൾഡോയും കൂട്ടരും ആദ്യം തന്നെ ഞെട്ടി. സ്പെയിനു വേണ്ടി മാർട്ടിൻ സുബിമെൻഡിയാണ് ആദ്യ ഗോൾ നേടിയത്. എന്നാൽ ഇടിവെട്ടും പോലെ 25-ാം മിനിറ്റിൽ ന്യൂനോ മെൻഡസിലൂടെ പോർച്ചുഗൽ തിരിച്ചടിച്ചു. ആദ്യ പകുതി അവസാനിക്കും മുൻപ് വീണ്ടും സ്പെയിനിന്റെ ആക്രമണം. മൈക്കൽ ഒയാർസബാൽ സ്പെയിനിനായി 2ാം ഗോൾ നേടി. 2ാം പകുതിയിലും തകർത്ത് കളിച്ച സ്പെയിനിനെ പിടിച്ചു കെട്ടിയത് റൊണാൾഡോ നേടിയ ഗോളാണ്. 61-ാം മിനിറ്റിൽ റൊണാൾഡോ പോർച്ചുഗലിന്റെ രക്ഷകനായി. ഇതോടെ മത്സരം സമനിലയിലായി. നിശ്ചിത സമയത്തും അധിക സമയത്തും 2 ഗോൾ വീതം നേടി ഇരു ടീമുകളും സമനില പാലിച്ചതോടെ മത്സരം പെനാൽറ്റി ഷൂട്ടിലേക്ക് മാറി. ഷൂട്ടൌട്ടിൽ പോർച്ചുഗലിനായി കിക്കെടുത്തവരെല്ലാവരും വലകുലുക്കി. എന്നാൽ സ്പാനിഷ് താരം അൽവാരോ മൊറാട്ടയുടെ കിക്ക് പോർച്ചുഗൽ ഗോൾ കീപ്പർ ഡിയോഗോ കോസ്റ്റ തടഞ്ഞത് നിർണായകമായി. പോർച്ചുഗലിന്റെ റൊണാൾഡോയും സ്പെയിനിന്റെ ലമീൻ യമാലും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യപ്പെട്ടതിനാൽ ഷൂട്ടൌട്ടിനുണ്ടായിരുന്നില്ല. റൊണാൾഡോയുടെ മികവിൽ പോർച്ചുഗലിന് ഇത് 3ാം കിരീടമാണ് സ്വന്തമാക്കുന്നത്. സ്പോർട്സ് ഡെസ്ക്, അമൃത TV. ഫ്രഞ്ച് ഓപ്പൺ സിംഗിൾസ് കിരീടം നിലനിർത്തി സ്പെയിനിന്റെ കാർലോസ് അൽക്കാരസ്. വീറും വാശിയും നിറഞ്ഞ കലാശ പോരാട്ടത്തിൽ ഇറ്റാലിയൻ താരം യാനിക് സിന്നറിനെയാണ് അൽക്കാരസ് തോൽപ്പിച്ചത്. ഫ്രഞ്ച് ഓപ്പൺ ചരിത്രത്തിലെ തന്നെ ഏറ്റവും ദൈർഘ്യമേറിയ ഫൈനലായിരുന്നു ഇത്. തുടക്കത്തിൽ ആദ്യ 2 സെറ്റുകൾ നഷ്ടമായ ശേഷമാണ് അൽക്കാരസ് വമ്പൻ തിരിച്ചുവരവ് നടത്തിയത്. ആദ്യ സെറ്റിൽ സ്കോർ 6-4, 7-6 എന്ന നിലയിൽ സിന്നർ മുന്നിലായിരുന്നു. എന്നാൽ അപകടം മണത്ത അൽക്കാരസ് ഉയർത്തെഴുന്നേറ്റു. 3ാം സെറ്റ് 6-4 പിടിച്ചെടുത്തു. പിന്നീട് വിട്ടുകൊടുക്കാനാകാത്ത പോരാട്ടം. 4ാം സെറ്റ് ടൈ ബ്രേക്കറിലൂടെ 7-6 അൽക്കാരസ് സ്വന്തമാക്കി. പിന്നീട് ഇരുവരുടെയും നെഞ്ചെടുപ്പിക്കുന്ന ഷോട്ടുകൾ. 5ാം സെറ്റ് പിടിക്കുന്നവന് കിരീടം സ്വന്തം. അപ്പോഴും വിട്ടുകൊടുക്കാനാകാത്ത വീറും വാശിയും. ഓരോ ഷോട്ടും സൂക്ഷ്മതയോടെ കളിച്ച അൽക്കാരസ് ടൈ ബ്രേക്കറിൽ 7-6 അവസാന സെറ്റും കയ്യിലൊതുക്കി. അങ്ങനെ അൽക്കാരസിന്റെ 5ാം ഗ്രാൻഡ് സ്ലാം കിരീട നേട്ടം. 5 മണിക്കൂറിലേറെ നീണ്ട പോരാട്ടത്തിനൊടുവിലാണ് കിരീട നേട്ടം. സ്പോർട്സ് ഡെസ്ക്, അമൃത TV. ഏഷ്യ കപ്പ് വനിതാ സോഫ്റ്റ് ബോൾ ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യൻ ടീമിൽ ഇടം നേടിയ വയനാട് കൽപ്പറ്റ സ്വദേശിനി MS ശ്രുതിക്ക് മത്സരം നഷ്ടമാകില്ല. ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുക്കാൻ പട്ടികജാതി വികസന വകുപ്പിൽ നിന്നും 1,70,70,000 രൂപ ശ്രുതിക്ക് അനുവദിച്ചു.
ചൈനയിലേക്കുള്ള യാത്രാ ചിലവിനുള്ള പണം കണ്ടെത്താൻ കഴിയാത്ത ശ്രുതിയുടെ സാമ്പത്തിക പ്രതിസന്ധി അമൃത ന്യൂസ് റിപ്പോർട്ട് ചെയ്തിരുന്നു. ചൈനയിൽ നടക്കുന്ന ഏഷ്യ കപ്പ് വുമൺ സോഫ്റ്റ് ബോൾ ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യൻ ടീമിൽ ശ്രുതി അടക്കമുള്ള 2 മലയാളി താരങ്ങൾ ഇടം നേടിയിരുന്നു. യാത്രാ ചിലവടക്കമുള്ള ഭീമമായ തുക കണ്ടെത്താൻ കഴിയാതെ ചാമ്പ്യൻഷിപ്പ് നഷ്ടമാകുമോ എന്ന ആശങ്കയ്ക്കിടെയാണ് MS ശ്രുതിക്ക് പട്ടികജാതി വികസന വകുപ്പിൽ നിന്നും സാമ്പത്തിക സഹായം ലഭിച്ചത്. ശ്രുതിയും മലപ്പുറം താനൂർ സ്വദേശിനി P അഞ്ജലിയും നിർധന കുടുംബാംഗങ്ങളാണ്. ഇരു കുടുംബത്തിൻ്റെയും സാമ്പത്തിക അവസ്ഥ അമൃത ന്യൂസ് സർക്കാരിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തിയിരുന്നു. തുടർന്നാണ് വകുപ്പ് മന്ത്രി OR കേളുവിൻ്റെ നിർദ്ദേശാനുസരണം ധനസഹായമായി 1,70,70,000 രൂപ അനുവദിച്ചത്. ഏഷ്യ കപ്പ് മത്സരത്തിനായി മധ്യപ്രദേശിലെ മെഡിക്കാപ്സ് വിശ്വവിദ്യാലയ ഇൻഡോർ സ്റ്റേഡിയത്തിൽ നടക്കുന്ന പരിശീലന ക്യാമ്പിലാണ് ശ്രുതിയും അഞ്ജലിയും ഉള്ളത്. ജൂലൈ 11 മുതൽ 20 വരെ ചൈനയിലെ സിയാനിലാണ് ചാമ്പ്യൻഷിപ്പ് നടക്കുന്നത്. ഇതിനു മുന്നേ അഞ്ജലിക്കും സ്പോൺസർമാരെ ലഭിക്കുമെന്ന പ്രതീക്ഷയിലാണ് ശ്രുതിയുമുള്ളത്. അമൃത ന്യൂസ്, വയനാട്. ഈ റിപ്പോർട്ടോടുകൂടി അമൃത ന്യൂസ് ഗുഡ് മോർണിംഗ് കേരളം പൂർണ്ണമാകുന്നു. കൂടുതൽ വാർത്തകൾക്കായി അമൃത ന്യൂസ് യൂട്യൂബ് ചാനൽ കാണുക. നമസ്കാരം.